കുട്ടീൻ്റെ അപ്പി ബോക്സ് ഇതുപോലും ബക്കറ്റിലിട്ടിട്ടാണ് പോല്. അത്രയ്ക്കും വേസ്റ്റ്. എന്നിപ്പോ 6 ചക്ക 7 ചക്കോളം ഞാൻ വാരി കഴിഞ്ഞു. വിദ്യാഭ്യാസം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വട്ടപൂജ എല്ലാവരും അടിച്ചാക്ഷേപിക്കല്ല. വലിയ വലിയ ഫാമിലികൾ വന്നിട്ട് ഇവിടെ ഇരുന്ന് നേരുന്ന് കഴിച്ചാലും എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. വരുന്ന ആളുകൾക്ക് തീരെ ഒരു ഉത്തരവാദിത്തമില്ല. അവരും കൂടി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മളെ വീട്ടിൽ ഒരിക്കലും ചെയ്യില്ലല്ലോ. കഴിച്ച് കഴിഞ്ഞാൽ അതേ മേശന്റെ മുള്ളൊക്കെ വേസ്റ്റ് ഒക്കെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ പോവും. ഇല്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ആൾക്കാർക്ക് അവരുടെ ബുദ്ധിയും ബോധത്തിന് എന്താ കുഴപ്പം പറ്റുന്നത് എനിക്കും അറിയില്ല. വേസ്റ്റ് എല്ലാ കച്ചവടക്കാരും 4 ബോക്സും 3 ബോക്സൊക്കെ മുന്നിലൊക്കെ ബാക്കിലൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. ആൾക്കാർ കഴിച്ചു പോകുന്നത് അവിടെ തന്നെ ഇട്ടച്ച് പോകുന്നതാണ്. ഒരു സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഒരു ഭക്ഷണം കഴിച്ചാൽ ആ പാത്രം നമ്മൾ എടുത്തു വെക്കുന്ന മാതിരി ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ചണ്ടികളുടെ പ്രശ്നങ്ങൾ കുറയായിരുന്നു. ബക്കറ്റ് മുന്നിലുണ്ടായിട്ടും ചണ്ടി പുറത്തിട്ടിട്ടാണ് അവർ പോകുന്നത്. വലിയ വലിയ ഫാമിലികൾ വന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കഴിക്കും, എന്നിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. ഞങ്ങൾ അവരായിട്ട് കച്ചറ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പറയും നിങ്ങളിവിടെ കച്ചവടക്കാരല്ലേ, നിങ്ങൾ എടുത്ത് ഇടേണ്ടേ അല്ലത്. അപ്പോൾ ഒരു തിന്ന സാധനം ഒരു ബക്കറ്റിലിടാൻ ഒരു അറിയില്ലേ, അതും ഒരു ചെയ്യുന്നില്ല. വിദ്യാഭ്യാസം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംഭവം നമ്മൾ തിന്ന സാധനം പാത്രം കൈ വെക്കാൻ നമ്മൾ വീട്ടിൽ ചെയ്യണ മാതിരി ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചണ്ടികളുടെ പ്രശ്നം ഇവിടെ തീരും. അവിടുന്ന് വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇവിടെ ഇടും. പിന്നെ അവിടെ ഒന്ന് തട്ടി ഇങ്ങോട്ട് ഇടും. എവിടെയാ ഇരുന്ന് കഴിക്കുന്ന വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോകും. എന്താ ഇപ്പൊ കുറച്ച് നല്ല വൃത്തി ഉണ്ടാവും. നാളെ ഞങ്ങൾ വരുമ്പോൾ പൂവിട്ട പോലെ ഉണ്ടാവും. മൊത്തത്തിൽ വേസ്റ്റ് ആയിരിക്കും. വീടുകളിൽ നിന്നാക്കൂല, പക്ഷെ ഇവിടെ വരുമ്പോൾ അവർക്ക് അതൊന്നും ബോധം ഉണ്ടാവില്ല. കടക്കാരും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കിപ്പോൾ അത് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അവരെവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ തന്നെ ഇരുന്ന് ആ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ആൾക്കാർ തിന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകും. ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലം ഞാൻ വൃത്തിയേടാക്കരുത്, നാളെ വേറൊരാൾക്ക് വന്നിരിക്കാൻ ഉള്ളതാണ്. ഇതൊരു പൊതു സ്ഥലമാണല്ലോ. അപ്പോൾ വരുന്ന ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇരിപ്പിടുണ്ടല്ലോ, ഈ കുട്ടികളെ പമ്പൗസും കാര്യങ്ങളും എന്നിട്ട് അവിടെ വെച്ച് കഴുകുക, അവിടെ തന്നെ വൃത്തിയേടാക്കിയിടുക. എന്നിട്ട് അതെന്ത് ചെയ്യും, അതൊക്കെ അവിടെ ഇട്ടിട്ട് ഇവരെ ഇത് നോക്കി മൂടും തട്ടി അങ്ങ് പോകും. എല്ലാ വണ്ടിൻ്റെ മുന്നിലും വേസ്റ്റ് പിന്നെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ആ ഇതിലേക്ക് ഇടുന്ന പണിയുള്ള അവർക്ക് കോർപ്പറേഷൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമുക്കൊക്കെ ചുരുങ്ങിയ 2 ചാക്ക് വേസ്റ്റ് ഉണ്ട്. ഇപ്പോഴൊക്കെ 10 പൈസ വാങ്ങാണ്ടാണ് കോർപ്പറേഷൻ ഈ വേസ്റ്റ് രാത്രി വന്നിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് കോർപ്പറേഷൻ കോഴിക്കോടിൻ്റെ ഹൃദയത്തുടിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം വന്നാൽ ഇതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇത് വൃത്തിയാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ കച്ചവടക്കാരെന്ന് ഞാനും വരുന്ന ആളുകളും, വരുന്നവർക്കും കൂടി ചെറിയൊരു ബോധം വേണം. അവരിവിടെ ചെയ്ത് വെച്ച് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. വാഹനങ്ങളിലൊക്കെ വരുന്ന കുറേ ആൾക്കാർ ഫുഡുകൾ പല ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇവിടെ ഇട്ടച്ച് പോകുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തു നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാ വണ്ടിയിലും ഇതുണ്ട്. നിങ്ങൾക്ക് ഏത് ഇതിലും വണ്ടിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടെ ഏതെങ്കിലും പിന്നെ കൊണ്ടുപോയിടാം, ആരൊന്നും പറയില്ല. പക്ഷെ നിങ്ങൾ അതിലിട്ടാൽ മതി. നിങ്ങളെ കുട്ടികളെ കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇത് വൃത്തിയാക്കേണ്ട മനുഷ്യരുണ്ട് ഇവിടെ. അത് കോർപ്പറേഷൻ ജീവനക്കാരനാണെങ്കിൽ അവരും മനുഷ്യരാണ്. അല്ലാത്ത ഇവിടെ ഉള്ള ഇപ്പോൾ നമ്മളെ സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ചൂലെടുത്ത് അടിച്ചവർ പോരെ കാത്തുക്കുരുവരുന്ന പണിയിലാണെങ്കിൽ നമ്മൾ ഇത് വേറൊരവസ്ഥയിലേക്കല്ല പോണത്.